എല്ലാവർക്കും നമസ്കാരം. അപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് ഇക്കണോമിക് ഡോക്ട്രിൻസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ യൂണിറ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ സാമ്പത്തിക ചിന്തകൾ. പരീക്ഷയുടെ കാര്യത്തിൽ ഇത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ യൂണിറ്റിന്റെ വിശദമായ നോട്ടുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തൊന്ന് വായിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ പരീക്ഷയ്ക്ക് ഓർത്തുവെക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഈ യൂണിറ്റിനെ ഒരു ജാക്ക്പോട്ട് എന്ന് വിളിക്കുന്നത്? അല്ലേ? കാരണം സിമ്പിളാണ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഉറപ്പുള്ളൊരു ചാൻസാണിത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതിനുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതാണ് ആ മാന്ത്രിക സംഖ്യ 10. വെറും 10 അല്ല, 10 മാർക്ക് ഈ ഒരൊറ്റ യൂണിറ്റിൽ നിന്നാണ് വരുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ മെയിൻ എസ്സേ ക്വസ്റ്റ്യൻ Q44 ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് മുഴുവനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ 10 മാർക്ക് എങ്ങനെ നമ്മുടെ പോക്കറ്റിലാക്കാം എന്നതിലാണ്. ശരി, നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ആത്മീയ നേതാവ് മാത്രമായിരുന്നില്ല, മറിച്ച് വളരെ വ്യക്തമായ സാമ്പത്തിക കാഴ്ചപ്പാടുകളുള്ള ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ കാതൽ ഇതായിരുന്നു: സാമ്പത്തികമായി ശക്തിയില്ലാതെ സാമൂഹികമായി മോചനം നേടാൻ കഴിയില്ല. അതായത് ഗുരുവിന്റെ സാമ്പത്തിക ചിന്തകൾ അന്നത്തെ കാലത്ത് നിന്ന് ശരിക്കും വേറിട്ട് നിന്നിരുന്നു. വെറുതെ ലാഭമുണ്ടാക്കുന്നതിലല്ല, മനുഷ്യന്റെ നല്ല ജീവിതത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അല്ലേ? ജാതിയുടെ ആ ചങ്ങലകളൊക്കെ പൊട്ടിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണെന്ന് ഗുരുവിനറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പരമ്പരാഗത ജാതിത്തൊഴിലൊക്കെ വിടൂ, വ്യവസായത്തിലേക്കും കച്ചവടത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും തിരിയൂ എന്ന്. ഓക്കെ, ഇപ്പൊ നമ്മൾ വരുന്നത് ഈ യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. ആ 10 മാർക്കിന്റെ എസ്സേയുടെ കാതലായ ഭാഗം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഗുരുവിന്റെ സാമ്പത്തിക ചിന്തകളുടെ 2 തൂണുകളെന്ന് തന്നെ പറയാം: മിതവ്യയവും വിവേകവും. ആദ്യം നമുക്ക് മിതവ്യയം എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ അനാവശ്യമായി പണം കളയാതിരിക്കുക. പ്രത്യേകിച്ച് ഈ കല്യാണം, മരണാനന്തര ചടങ്ങുകൾ, ഉത്സവങ്ങൾ, ഇതിന്റെയൊക്കെ പേരിൽ വലിയ കടം വാങ്ങി ആർഭാടം കാണിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ഗുരു അതിനെ ശക്തമായി എതിർത്തു. കാരണമെന്താ? ഈയൊരു ആർഭാടം മതി ഒരു കുടുംബത്തെ തലമുറകളോളം കടത്തിൽ മുക്കാനെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അടുത്തതാണ് വിവേകം. ശ്രദ്ധിക്കണം, ഇത് പിശുക്കല്ല, നേരെ മറിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ബുദ്ധിയോടെ ഉപയോഗിക്കലാണ് വിവേകം. അതായത് നമ്മുടെ വരവ് എത്രയാണോ അതിനനുസരിച്ച് ജീവിക്കുക, കുറച്ചു ഭാവിയിലേക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇനി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സത്യസന്ധത കാണിക്കുക. ഇതെല്ലാമാണ് വിവേകം. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ശ്രദ്ധിച്ചു കേൾക്കുക. മിതവ്യയം എന്ന് പറഞ്ഞാല് അനാവശ്യ ചെലവ് ഒഴിവാക്കുക എന്ന പ്രവൃത്തിയാണ്. എന്നാൽ വിവേകം എന്ന് പറയുന്നത് കയ്യിലുള്ള പണം എങ്ങനെ നന്നായി ഉപയോഗിക്കാം എന്നുള്ള അറിവാണ്. ഒന്ന് ഒരു ആക്ഷനാണെങ്കിൽ മറ്റേത് അതിനു പിന്നിലുള്ള വിസ്ഡമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, 100 വർഷം മുൻപ് പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ഇന്ന് വല്ല പ്രസക്തിയുണ്ടോ എന്ന്. തീർച്ചയായുമുണ്ട്. ഇന്ന് കേരളത്തിൽ ആളുകൾക്കൊരു സമ്പാദ്യശീലമുണ്ടെങ്കിൽ അതിന്റെ വേരുകൾ ഗുരുവിന്റെ ഈ ഉപദേശങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം സഹകരണ ബാങ്കുകൾ വിജയിച്ചതിനു പിന്നിലും ഈ ചിന്തയുണ്ട്. എല്ലാത്തിനും ലോണെടുത്ത് ജീവിക്കുന്ന ഇന്നത്തെ കാലത്ത് കടക്കെണിയിൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ഗുരുവിന്റെ ഈ വാക്കുകൾ. ശരി, നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് പോകാം: അധ്വാനശീലം. ഗുരു പറഞ്ഞ ലളിത ജീവിതം എന്ന വാക്ക് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അത് അലസമായി ജീവിക്കാനല്ല, മറിച്ച് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ലളിത ജീവിതം എന്നുവെച്ചാൽ മടിയല്ല, കഠിനാധ്വാനമാണ്. ജോലി ചെയ്യാതെ ഇരിക്കലല്ല, സ്വന്തമായിട്ട് തൊഴിൽ കണ്ടെത്തുക, ചെറിയ സംരംഭങ്ങൾ തുടങ്ങുക. അതാണ്. ആഡംബരമൊക്കെ ഒഴിവാക്കണം, പക്ഷെ കഠിനമായ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. ഒരു പ്രത്യേക ജാതിക്ക് ഒരു പ്രത്യേക ജോലി എന്നൊന്നുമില്ലെന്നും ഗുരു ഉറപ്പിച്ചു പറഞ്ഞു. ഇനി ഗുരു മുന്നോട്ട് വെച്ച വളരെ വിപ്ലവകരമായ ഒരു ആശയം കേട്ടോളൂ.
സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് ശക്തി നേടാൻ, സാമ്പത്തികമായും സാമൂഹികമായും ഉയരാൻ ഏറ്റവും നല്ലൊരു വഴി കച്ചവടവും വ്യവസായവുമാണ് എന്ന് ഗുരു തിരിച്ചറിഞ്ഞു. ഈയൊരു ചിന്ത വെറുതെ പറയുക മാത്രമല്ല ഗുരു ചെയ്തത്. അത് പ്രാവർത്തികമാക്കാനായി അദ്ദേഹം ചെയ്ത ഒരു വലിയ കാര്യമായിരുന്നു 1905 കൊല്ലത്ത് സംഘടിപ്പിച്ച അഖിലേന്ത്യാ വ്യാവസായിക കാർഷിക പ്രദർശനം. അതിന് 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1. പുതിയ മെഷീനുകളും ഉപകരണങ്ങളും സാധാരണക്കാരെ കാണിക്കുക. 2. ജാതിയുടെ പേരിലുള്ള തൊഴിലുകൾ ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. 3. കച്ചവടവും വ്യവസായവും ഒന്നും ആരുടെയും കുത്തകയല്ല, ആർക്കും ചെയ്യാം എന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുക. ഗുരു വിഭാവനം ചെയ്ത സമ്പദ്വ്യവസ്ഥ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് ധാർമ്മികതയിലും ദീർഘകാലത്തേക്കുള്ള നിലനിൽപ്പിലും ഊന്നിയ ഒന്നായിരുന്നു. ഈയൊരു സുസ്ഥിര സമ്പദ്വ്യവസ്ഥയ്ക്ക് 5 തൂണുകളുണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. ഒന്നാമത്തേത് വിദ്യാഭ്യാസം. അതാണ് എല്ലാ അസമത്വങ്ങളെയും ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. രണ്ടാമത്തേത് തൊഴിലധിഷ്ഠിത പരിശീലനം, അതായത് പ്രാക്ടിക്കൽ സ്കിൽസ്. മൂന്നാമത്തേത് വ്യവസായവൽക്കരണം, പുതിയ ജോലികളുണ്ടാക്കാൻ. നാലാമത്തേത് വിഭവങ്ങൾ പാഴാക്കാതിരിക്കുക, അത് പ്രകൃതി വിഭവങ്ങളായാലും പണമായാലും. അവസാനമായി 5-ാമത്തേത് ഒരാൾ മാത്രം രക്ഷപ്പെടുന്നതിന് പകരം സമൂഹം ഒന്നായിട്ട് മുന്നോട്ടു വരണം എന്ന ചിന്ത. ശരി, അപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എങ്ങനെ പരീക്ഷാ പേപ്പറിൽ എഴുതി ഫുൾ മാർക്ക് വാങ്ങാം എന്ന് നോക്കാം. റെഡിയല്ലേ? ഇത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഗൈഡാണ്. ആ 10 മാർക്കിന്റെ എസ്സേ എഴുതേണ്ടത് ഈ ഒരു ഘടനയിലാണ്. ആദ്യം നല്ലൊരു ആമുഖം കൊടുക്കുക. ഗുരുവിന്റെ സാമ്പത്തിക ശാസ്ത്രം മനുഷ്യനന്മയിൽ അധിഷ്ഠിതമായിരുന്നു എന്നു പറയുക. അടുത്ത പാരഗ്രാഫിൽ മിതവ്യയം എന്താണെന്ന് വിശദമായി എഴുതുക. അത് കഴിഞ്ഞ് വിവേകം എന്താണെന്ന് വിശദീകരിക്കുക. 4-ാമത്തെ സ്റ്റെപ്പ്, ഈ ആശയങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയുണ്ടെന്ന് എഴുതുക. സഹകരണ ബാങ്കുകളുടെയും നമ്മുടെ സമ്പാദ്യശീലത്തിന്റെയുമൊക്കെ കാര്യം അവിടെ പറയാം. അവസാനം ഇതെല്ലാം ചേർത്തുവെച്ച് നല്ലൊരു ഉപസംഹാരം. ഗുരുവിന്റെ ആശയങ്ങൾ ഒരു കാലത്തും പ്രസക്തി നഷ്ടപ്പെടാത്ത സാമ്പത്തിക പാഠങ്ങളാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഫോമാറ്റിൽ എഴുതിയാൽ ആ 10 മാർക്ക് ഉറപ്പാണ്. ഇനി എസ്സേ അല്ലാതെ വരാൻ സാധ്യതയുള്ള ചില ചെറിയ ചോദ്യങ്ങൾ കൂടി നോക്കാം. 1905 പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? ലളിത ജീവിതം എന്നാൽ മടിയാണോ? ഗുരുവിന്റെ പ്രധാന സാമ്പത്തിക മൂല്യങ്ങൾ ഏതെല്ലാമാണ്? ഈ സ്ലൈഡ് ഒന്ന് പോസ് ചെയ്ത് ഈ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ മാർക്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കും. നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച എല്ലാ കാര്യങ്ങളെയും ഈ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കാം. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാതെ സാമൂഹിക മോചനം സാധ്യമല്ല. ഇത് വെറുമൊരു വാക്കല്ല, ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ സാമ്പത്തിക ചിന്തകളുടെയും ആത്മാവായിരുന്നു ഈ ആശയം. അപ്പോ ക്ലാസ് അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി. ഈ പഠിച്ചതൊന്നും വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: ഗുരുവിന്റെ ഈ സാമ്പത്തിക തത്വങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ ആഴ്ച നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലൊന്ന് പ്രയോഗിച്ചു നോക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചു നോക്കും. എല്ലാവർക്കും പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്നായി പഠിക്കുക. വിജയം നിങ്ങളോടൊപ്പമുണ്ടാകും.